എപ്പിസോഡിന് തുടക്കത്തിൽ സൺട്രാക്ക് പറയുകയാണ്, എന്റെ ട്രാഷ് ഗെയിമിലെ ഫ്രണ്ടായ പെൻസിൽ നൈറ്റ് അല്ലെങ്കിൽ ആർത്തർ പെൻസിൽ ഗൺ. ഇനി നമ്മളെ സൺട്രാക്കുവിന്റെ ആർത്തർ പെൻസിൽ ഗണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇതിൽ നമ്മളോട് യുണൈറ്റഡ് റൗണ്ട്സ് എന്ന് പറഞ്ഞ ഗെയിമിനെ പറ്റി പറയുകയാണ്. ആ ഗെയിമിൽ രണ്ടുപേര് എന്തൊക്കെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സൺട്രാക്കു പുറകിൽ ചെന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്തിട്ട് പറയാണ്, ഇത് മോഷ്ടിച്ചതിന് നന്ദി. ഇനി നമ്മൾ വ്യൂവേഴ്സിനോട് പറയാണ്, ഈ ഗെയിമിൽ നമ്മൾ പ്ലേയേഴ്സ് മോൺസ്റ്ററിൽ നിന്ന് ഈ കിണ്ടത്തിനെ രക്ഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇതൊരു ട്രാഷ് ഗെയിം ആയതുകൊണ്ട് ഇതിൽ ബിഗിനേഴ്സ് ലെവലിൽ വരെ ഐറ്റം കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് പ്ലേയേഴ്സ് മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും വേണ്ടിയെല്ലാം തുടങ്ങി. ഇങ്ങനെയുള്ള ഗെയിമിൽ ഒരു പ്ലെയർ അവളുടെ തന്ത്രങ്ങളും വയലൻസും കൊണ്ടെല്ലാം ഏറ്റവും മേലെ എത്തി അവിടുത്തെ കിണ്ടത്തെ തന്നെ കീഴടക്കി വെച്ചു. ആ പ്ലെയർ വേറെ ആരുമല്ല, പെൻസിൽ നൈറ്റ് ആണ്. പിന്നെ അവളൊരു ആർമി തന്നെ ഉണ്ടാക്കിയായിരുന്നു. ഇത് പറഞ്ഞ് നമ്മളെല്ലാ ഐറ്റങ്ങളും പൈസകളും എല്ലാം ഷെയർ ചെയ്യാം. ഇനി നമ്മളെ അടുത്ത സീനിൽ സൺട്രാക്കും കാർട്സും കുറെ തോറ്റ് കിടക്കുന്ന പ്ലേയേഴ്സിന്റെ ഇടയിൽ കൂടെ പോവുകയാണ്. അപ്പൊ സൺട്രാക്ക് തോറ്റ് കിടക്കുന്ന ഒരു പ്ലെയറിന്റെ അടുത്തുനിന്ന് ഒരു സാധനം എടുത്തിട്ട് നോക്കുവാണ്. കാർട്സ് ചോദിക്കുവാണ്, ഈ ഗെയിമിൽ കിണ്ടത്തെ സംരക്ഷിക്കുമല്ലോ വേണ്ടേ? അപ്പൊ സൺട്രാക്ക് പറയുന്നു, അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചിരുന്ന ഈ ഗെയിം ഇല്ല മെയിൻ വില്ലനായ പെൻസിൽ ഗണ്ണിനെ തോപ്പിക്കലാണെന്ന്. എന്നിട്ട് സൺട്രാക്ക് പറയാണ്, ഇനി അവളെ തോപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. സൺട്രാക്കും കാർട്സും പെൻസിൽ ഗണ്ണിന്റെ മുമ്പിൽ വന്നിരിക്കുവാണ്. അപ്പോൾ പെൻസിൽ ഗണ്ണ് പറയുന്നു, നീ റബൽ ആർമീനെ ഒരു ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്, എന്നിട്ട് ഇവിടം വരെ എത്തിയോ? നൈസ്. സൺട്രാക്ക് പറയുന്നു, നിനക്ക് കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ബോഡി ഗാർഡിനെ വെച്ചിട്ടായിരുന്നോ? കാർട്സ് പറയുന്നു, ഞങ്ങളാണെങ്കിൽ ഇത് ഒറ്റയടിക്കാൻ ഇങ്ങോട്ടേക്ക് വരുവാണ് ചെയ്തത്. പെൻസിൽ ഗണ്ണ് പറയാണ്, സൺട്രാക്കോ കാർട്സോ ഞാൻ നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഇനി സമയം വന്നിരിക്കുകയാണ് ബോസ് ബാറ്റിലിന് വേണ്ടിയിട്ട്. നിനക്കെന്നെ തോപ്പിച്ച ഒരു റെവല്യൂഷണറി നൈറ്റ് ആകാൻ വേണ്ടി പറ്റുമോ? ഇനി നമ്മൾ പ്രസന്റിലോട്ട് വരുവാണ്. നമ്മളെ പെൻസിൽ ഗണ്ണ് സൺട്രാക്കും നേർക്ക് നേരെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. സൺട്രാക്ക് പറയുന്നു, നമ്മുടെ ഒരു പഴയ കണക്കുണ്ട്. യുണൈറ്റഡ് റൗണ്ടിൽ നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ രണ്ടുപേരും ജയിച്ചില്ല, രണ്ടുപേരും ഡിഫീറ്റ് ആയി പോയി. നമ്മുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഇപ്പോൾ ലെവലിന്റെ നല്ല വ്യത്യാസമുണ്ട്. എന്നിട്ട് പെൻസിൽ ഗൺ ഓടി വന്നിട്ട് സൺട്രാക്കുവിന്റെ നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. സൺട്രാക്കു അറ്റാക്കിനെ ഡോജ് ചെയ്യുന്നു. അപ്പോൾ പെൻസിൽ ഗൺ അവന്റെ നേരെ സോഡ്സ് എറിയുകയാണ്. അവൻ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ആനിമേലിയ പെൻസിൽ ഗണ്ണിനെ അവിടെ കണ്ടിട്ട് പറയുവാണ്, ഇതാരാ പെൻസിൽ ഗണ്ണോ? ഇവൾ സെക്കൻഡ് ഹാൻഡ് കമാൻഡർ അല്ലേ ക്ലർക്ക് ഗാങ്ങിന്റെ? അതിന്റെ രണ്ടാമത്തെ പേര് ജയന്റ് ക്ലാൻ എന്നും അല്ലേ? സൺട്രാക്ക് പറയാണ്, ജയന്റ് ക്ലാൻ? പെൻസിൽ ഗണ്ണ് പറയാണ്, ഞാൻ വലിയ വലിയ പ്ലേയേഴ്സിനെ എല്ലാം ഇങ്ങനെ കൊല്ലുമായിരുന്നു, അതുകൊണ്ട് എൻ്റെ പേര് ജയന്റ് ക്ലാൻ എന്ന് വന്നത്. പിന്നെ ഡെവലപ്പേഴ്സ് ഗെയിമിന്റെ ഇതെല്ലാം മാറ്റിയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ അതേപോലെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല ഒരു മിനിറ്റ്, അപ്പോൾ നീ യുണീക്ക് റൗണ്ടിൽ ആ ജയന്റ് നീ അല്ലായിരുന്നോ മരിച്ചു പോയത്? അങ്ങനെയുള്ള നീയാണെങ്കിൽ ഇതൊക്കെ പറയുന്നത്? നീ അതിന്റെ കാര്യം ഇവിടെ പറയലാണ് പൊട്ടാ. എന്നിട്ട് അവർ രണ്ടുപേരും ഭയങ്കര അപകടകരമായ രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനമലി പറയാണ്, ഇവരുടെ ഇടയ്ക്ക് എന്താണ് നടക്കുന്നത്? പെൻസിൽ ഗണ്ണ് പറയാണ്, ഞാനൊരു പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല വന്നത്. അസുര ക്ലാനിന്റെ ലീഡർ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നിനക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്തെന്നാൽ ആ യുണീക്ക് സിനാരിയോനെ പറ്റിയുള്ള കാര്യങ്ങൾ നീ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്തില്ലേ നിന്നെ എല്ലാവരും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നീ എന്നെയാണ് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നത്. നീ ഒരു കഴുതയാണ്. സൺട്രാക്കും മനസ്സിൽ പറയാണ്, ഞാൻ വേറെ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? ഞങ്ങളുടെ എക്യുപ്മെന്റിന്റെയും പിന്നെ ലെവലിന്റെയും നല്ല വ്യത്യാസമുണ്ട്. നീ എന്തിനാ എന്നെ തേർഡ് ഡ്രാമ ടൗണിലോട്ട് പോകാൻ വേണ്ടി തടയുന്നത്? നിന്റെ ഫസ്റ്റ് അറ്റാക്ക് എന്നെ ടൗണിൽ നിന്ന് പോകാൻ വേണ്ടി തടയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു പ്ലെയറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്ര ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ട് ഒരു സിറ്റിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണോ? ഞാനത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ നിന്നെ തേർഡ് ഡ്രാമ ടൗണിലോട്ട് എന്തായാലും വിടൂല. മറ്റൊരു ഭാഗത്താണെങ്കിൽ എമോലിനെ തന്റെ പഴയ രൂപത്തിലോട്ട് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറെ നേരം ശ്രമിക്കുന്നുണ്ട്. ആനമേലി എന്തൊക്കെയാണ്, ഞാനാണ് സൺട്രാക്കുവിനെ ആദ്യമായിട്ട് കണ്ടത്, എന്നിട്ട് ഇവളാണല്ലോ ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്ക് ഒരു മിനിറ്റ്, ഞാൻ അവന്റെ കൂടെയുള്ളവരോട് സംസാരിക്കാലോ. എന്നിട്ട് അവള് പുറകെ ചെന്നിട്ട് എമോലിന്റെ മേത്ത് ഓടുകയാണ്. അപ്പോൾ എമോൽ അവളുടെ പഴയ രൂപത്തിലോട്ടായി പോകുന്നു. എന്നിട്ട് ആനിമാലി എന്റെ മടിയിലോട്ട് വരുവാണ്. സൺട്രാക്ക് ഇത് കണ്ടിട്ട് പറയാണ്, ഇത് ഒരു മോശമായിട്ടുള്ള സമയത്താണല്ലോ നടന്നത്. പെൻസിൽ ഗൺ സൺട്രാക്കുവിന്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യുകയാണ്. സൺട്രാക്ക് ആണെങ്കിൽ റിപ്പേൽ കൗണ്ടർ എന്ന അറ്റാക്ക് ഉപയോഗിച്ചിട്ട് അതിനെ ഡോജ് ചെയ്യുന്നു. എന്നിട്ട് അവൾ ദൂരത്തേക്ക് മാറ്റുവാണ്. എന്നിട്ട് സൺട്രാക്കു എമോലിനോട് അവന്റെ അടുത്ത് വരാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും തേർഡ് ഡ്രാമ ടൗണിലോട്ട് ഓടിപ്പോകുന്നു. ആനിമേലി പറയുന്നു, എന്നെ ഇതിന്റെ കൂടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനെങ്കിലും വിടെ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം. ആനിമേലി പറയാണ്, ജീവനോടെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാല്? എന്നിട്ട് പെൻസിൽ ഗൺ സൺട്രാക്കുവിന്റെ പുറകിൽ നല്ല സ്പീഡിൽ ഓടി വരുവാണ്. പെൻസിൽ ഗണ്ണിന്റെ മുമ്പിൽ ഒരു വലിയൊരു ബ്ലാസ്റ്റ് നടക്കുവാണ്. അതിന്റെ മുമ്പിലായിട്ട് ആനിമേലിയ വന്ന് നിൽക്കുന്നു. എനിക്ക് ആ പ്ലെയറുമായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷെ ആ ബണ്ണിനെ നീ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കിയാൽ ഞാൻ നിന്നെ വെറുതെ വിടൂല. സൺട്രാക്കു ടൗണിന്റെ മുമ്പിലോട്ട് എത്തിയ ഉടനെ അസുര ക്ലാങ്ങിന്റെ 4 മെമ്പേഴ്സ് അവിടെ വന്ന് നിൽക്കുവാണ്. അവര് സൺട്രാക്കുവിന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. സൺട്രാക്കു ആണെങ്കിൽ അതിൽ നിന്നെല്ലാം ഡോജ് ചെയ്യുകയാണ്. പിന്നെ മറ്റൊരു ഭാഗത്ത് ആനിമയിലെ പെൻസിൽ ഗണ്ണിന് നേരെ കുറെ കേഴ്സ് അറ്റാക്ക് ഉപയോഗിച്ചു, പക്ഷെ അതെല്ലാം അബ്സോർബ് ആയിപ്പോയി. എന്നിട്ട് തിരിച്ച് എന്നിട്ട് ആനിമയിലേക്ക് എന്നെ കൊള്ളുവന്നു. ആനിമയിൽ ചോദിക്കുന്നു, നീ എങ്ങനെ എന്റെ അറ്റാക്കിനെ അബ്സോർബ് ചെയ്തേ? പെൻസിൽ ഗണ്ണ് അതിനെ ഒരു ഡോളിനെ എടുത്ത് കാണിക്കുന്നു. ഈ ഡോൾ എല്ലാ തരത്തിലുള്ള കേഴ്സ് അറ്റാക്കിനെയും റിഫ്ലക്ട് ചെയ്യും. സൺട്രാക്ക് അവരുടെ അറ്റാക്കിൽ നിന്ന് ഡോഡ്ജ് ചെയ്തിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഇവരുടെ അറ്റാക്കിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടാമോ? അങ്ങോട്ടേക്ക് സൈഗ വന്നിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്നു. ആ പ്ലേയേഴ്സിനെ എല്ലാം കില്ല് ചെയ്യാണ്. ഒരു പ്ലെയർ ഡിഫീറ്റ് ആയി പോയി. എന്നിട്ട് ബാക്കി എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു മെമ്പർ പറയാണ്,
ഒരു അറ്റാക്കിൽ തന്നെ ഇത് ഡിഫീറ്റ് ആയിക്കാവോ? ഇതൊരു അറ്റാക്ക് മാസ്റ്റർ ആണ്. സെൻട്രാക്കു എന്തൊക്കെയാണ് അറ്റാക്ക് മാസ്റ്ററോ? എനിക്ക് അല്ലേലെ കുറെ പ്രോബ്ലം ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ ആയോ? എന്നിട്ട് സൈഗ ഇവന്റെ വേഷം എല്ലാം കണ്ടിട്ട് പറയാണ്, അവസാനം ഞാൻ നിന്നെ കണ്ടുപിടിച്ചു ഹിസോത്തോമെ. ഇനി നമ്മൾ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുകയാണ്. സൈഗയ്ക്കാണെങ്കിൽ ഈ സെൻട്രാക്കോനെ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര വിഷമമാണ്. ഹിസോത്തോമിക്ക് ഇഷ്ടപ്പെട്ട ഗെയിമെല്ലാം എനിക്ക് ഭയങ്കര ഹാർഡാണ്. അവന്റെ കൂടെ അങ്ങനത്തെ ഗെയിമെല്ലാം കളിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ ഒരു ഗെയിം എനിക്ക് അവന്റെ കൂടെ കളിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നുമില്ല. ഇപ്പൊ അവനാണെങ്കിൽ SLFും കളിക്കുന്നുണ്ട്. ഈ ചാൻസ് എനിക്ക് കളയാനും പറ്റൂല. എന്നിട്ട് സൈഗ അവളുടെ ഗെയിമിന്റെ ഇതെല്ലാം ഇട്ടിട്ട് കിടക്കുവാണ്. എന്നിട്ട് അവൾ ഗെയിമിലോട്ട് ലോഗിൻ ചെയ്യുന്നു. പിന്നെ ഗെയിം തുറന്നെത്തിയപ്പോൾ സൈഗർ 100ന്റെ ഒരു മെസ്സേജ് വന്നിരുന്നു. എന്റെ ചേച്ചീൻ്റെ മെസ്സേജോ? മെസ്സേജിൽ എന്തെന്നാൽ, സൈഗർ സീറോ, എനിക്കൊരാളുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. നീ അയാളെ കണ്ടുപിടിക്കുമോ? അവനെ അവസാനമായിട്ട് സെക്കൻഡറി ടൗണിലാണ് കണ്ടത്. പിന്നെ അവന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു പർപ്പിൾ ബണ്ണി ഉണ്ടായിരുന്നു. അവൻ തേർഡ് ടൗണിലോട്ടാണ് പോകാൻ നോക്കുന്നത്. ഞാൻ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന്റെ പേരാണ് സെൻട്രാക്കോ. പിന്നെ സൈഗ ഗെയിമിലെ പേര് സൈഗർ സീറോ ഓടുവാണ് തേർഡ് ടൗണിലോട്ട്. സെൻട്രാക്കോ അസുര ക്ലാനിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഗർ സീറോ ഓടി വന്നിട്ട് റോക്സ് മെഷീൻ എന്ന് പറഞ്ഞൊരു അറ്റാക്ക് ചെയ്യുന്നു. അതിലൊരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു. ഇനി നമ്മളെ തിരിച്ചു വരികയാണ്. പെൻസിൽ ഗണ്ണ് ചിന്തിക്കുകയാണ്, ഇത് സെൻട്രാക്കോ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അസുര ക്ലാനിലെ മെമ്പേഴ്സിന് സെൻട്രാക്കോനെ തോപ്പിക്കാനാവില്ലെന്ന് തോന്നുന്നു. എനിക്ക് അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് മനസ്സിലായ കാര്യം, അവൻ ഈ ട്രാഷ് ഗെയിമിലൂടെ നല്ലൊരു സ്കില്ലാണ് വളർത്തിയിരിക്കുന്നത്. അത് ഹൈ ലെവൽ ഐറ്റത്തിനെക്കാട്ടും സ്റ്റാറ്റ്സിനെക്കാട്ടും വലുതാണ്. ഞാൻ കേട്ടത് കാറ്റ്സോ SLF കളിക്കുന്നുണ്ടെന്നാണ്. സെൻട്രാക്കോന്റെ കൂടെ ഞാൻ എന്റെ ലക്ഷ്യത്തെ എന്തായാലും എത്തും. പൊടി മാറിയപ്പോൾ പെൻസിൽ ഗൺ സൈഗറിനെ കണ്ടിട്ട് ചിരിക്കുവാണ്. ആദ്യം അനിമാലിയ, ഇപ്പൊ സൈഗർ സീറോ. എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നിന്നെ കാണാൻ വന്നതിന് സെൻട്രാക്കോ. നീ എന്റെ അറ്റാക്കെല്ലാം ആ പാവേനെ ഉപയോഗിച്ച് തടഞ്ഞു. ഇനി നിനക്ക് എന്റെ അറ്റാക്കിനെ തടയാൻ വേണ്ടി പറ്റുമോ?